IS ഭീകരർക്കായി വലവിരിച്ച കേന്ദ്ര ഏജൻസികളും ഡൽഹി പോലീസും ഝാർഖണ്ഡിലും ഡൽഹിയിലും നിന്നുമായി 2 ഭീകരരെ സംയുക്ത ഓപ്പറേഷനിൽ അറസ്റ്റ് ചെയ്തു. ഇവരുടെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, IS ഭീകരർക്കായി കേന്ദ്ര ഏജൻസികളും ഡൽഹി പോലീസും വലവിരിച്ചതിലൂടെ 2 പേർ പിടിയിലായിട്ടുണ്ട്, അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോഴും ഇത്തരത്തിലുള്ള പരിശോധനകളടക്കമുള്ള കാര്യങ്ങൾ പുരോഗമിക്കുകയാണ്. രോഹിണി, കേന്ദ്ര ഏജൻസികളുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെല്ലാണ് ഡൽഹി, ജാർഖണ്ഡ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ പ്രത്യേക പരിശോധന നടത്തിയിട്ടുള്ളത്. മുൻപ് പിടിയിലായ ഭീകരരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു വിശദമായൊരു പരിശോധന ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെൽ നടത്തിയത്. കൂടാതെ കേന്ദ്ര ഏജൻസികളുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുമായിരുന്നു പരിശോധന. ഇതിൽ 2 ഭീകരരെ പിടികൂടിയിട്ടുണ്ട്. ഡൽഹിയിൽ നിന്നും കൂടാതെ ജാർഖണ്ഡിലെ റാഞ്ചിയിൽ നിന്ന് IS ഭീകരൻ അസ്ഹർ ഡാനിഷാണ് പിടിയിലായിട്ടുള്ളത്. കൂടാതെ ഡൽഹിയിൽ നടത്തിയ പരിശോധനയിൽ 8 പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇവരെയും ചോദ്യം ചെയ്തു വരികയാണ്. ഇവർക്ക് ഈ ഭീകരാക്രമണങ്ങളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഭീകര പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള ചോദ്യം ചെയ്യൽ ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെൽ നടത്തുകയാണ്. നേരത്തെയും ഭാരതത്തിലേക്ക് IS ഭീകരരും ഒപ്പം അന്താരാഷ്ട്ര ഭീകര ബന്ധമുള്ളവരും ഭാരതത്തിലേക്ക് കടന്നിട്ടുണ്ട് എന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഏജൻസികൾ ഡൽഹിയിൽ ഉൾപ്പെടെ നിരീക്ഷണം ശക്തമാക്കിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു റിപ്പോർട്ട് ഡൽഹി പോലീസിന് നൽകിയത്. ആ വിഷയത്തിന്മേൽ ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെൽ വിശദമായിട്ടുള്ള പരിശോധന നടത്തി. അതിലാണ് 2 ഭീകരർ, ഒരാളെ ഡൽഹിയിൽ നിന്നും ഒരാളെ ജാർഖണ്ഡിൽ നിന്നും പിടികൂടിയത്. ജാർഖണ്ഡിലെ ഭീകര വിരുദ്ധ സ്ക്വാഡും ഈ ഓപ്പറേഷന്റെ ഭാഗമായിരുന്നു. അങ്ങനെയാണ് റാഞ്ചിയിൽ നിന്ന് IS ഭീകരൻ അസ്ഹർ ഡാനിഷിനെ പിടികൂടിയിട്ടുള്ളത്. ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യുകയാണ്. കൂടാതെ ഡൽഹിയിൽ നടത്തിയ പരിശോധനയിൽ ഒരാളെ അറസ്റ്റ് ചെയ്യുകയും 8 പേരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവരെയെല്ലാം തന്നെ ചോദ്യം ചെയ്തു വരികയാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ സംസ്ഥാന ഭീകരവിരുദ്ധ സ്ക്വാഡും കേന്ദ്ര ഏജൻസികളും ചേർന്നുകൊണ്ട് കൃത്യമായിട്ടുള്ള നിരീക്ഷണവും ഭീകരവിരുദ്ധ പ്രവർത്തനവും തുടർന്നു വരികയാണ്. രോഹിണി, ശരി, ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.